അങ്ങനെ കുറച്ച് ദിവസത്തെ മുംബൈ കറക്കത്തിന് ശേഷം തിരികെ നാട്ടിലേക്ക് രക്ഷപ്പെട്ടോടുകയാണ്. ഈ നിൽക്കുന്നത് മുലുണ്ടിലെ റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ വീഡിയോ അർജുൻ എടുത്തതാണ്. സബർബൻ ട്രെയിൻ കയറി താനെ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് നേത്രാവതിയിലാണ് മടക്കയാത്ര. അങ്ങനെ ആദ്യത്തെ മുംബൈ ട്രിപ്പ് കഴിഞ്ഞുള്ള മടക്കയാത്രയാണ്. ഈ ട്രിപ്പിൽ ചില പ്രധാന കാര്യങ്ങൾ പറയാനും കാണിക്കാനുമുണ്ട്. അതുകൊണ്ട് മുഴുവൻ കാണാൻ മറക്കല്ലേ. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. അങ്ങനെ താനെയിലെത്തി അവിടെ നിന്ന് നേത്രാവതിയിൽ യാത്ര തുടരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ പുറപ്പെട്ട ട്രെയിനാണ്. മുംബൈ നഗരത്തിലെ യാത്രാ സംവിധാനങ്ങളുടെ ഏറ്റവും പോസിറ്റീവ് കാര്യമാണ് ഈ സബർബൻ ട്രെയിൻ യാത്ര. അതേസമയം ഏറ്റവും മോശം കാര്യമാണ് വേസ്റ്റ് കുന്നുകൂടി കിടക്കുന്ന റെയിൽവേ ലൈനിന്റെ പരിസരങ്ങൾ. കൊങ്കൺ പാതയിലെ തുരങ്കപാതകളുടെ മുന്നറിയിപ്പുമായി ആദ്യ തുരങ്കം കയറി. ഇടയ്ക്ക് വന്ദേ ഭാരത് ട്രെയിനിന് പോകാൻ വേണ്ടി വണ്ടി പിടിച്ചിട്ടു. അങ്ങനെ വന്ദേ ഭാരത് ട്രെയിൻ ചീറിപ്പായുകയാണ്. കൂറ്റൻ ചേരികളെയും അഴുക്ക് ചാലുകളെയും മാലിന്യ കൂമ്പാരങ്ങളെയും പിന്നിലാക്കിയുള്ള യാത്ര തുടരുന്നു. ഉച്ചയ്ക്കുള്ള ചൂടൻ ട്രെയിൻ യാത്ര. എങ്കിലും മഴ കൊണ്ട് തണുത്തു കിടക്കുന്ന കേരളത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷയോടെയുള്ള യാത്ര. വ്യാപാര നിർമ്മാണ മേഖലകളുടെ വളർച്ചകൾ എങ്ങും പ്രകടമാണ്. ആയിരക്കണക്കിന് ആളുകളുടെ പാർപ്പിടങ്ങളായ വലിയ അപ്പാർട്ട്മെന്റുകൾ ഈ പാതയോരങ്ങളിലായി കാണാം. പിന്നെയും ചില ഫാക്ടറികൾ, പുതിയതും പണിതുകൊണ്ടിരിക്കുന്നതുമായ അനേകം ഫ്ളാറ്റുകളുടെ കാഴ്ചകൾ വീണ്ടും വീണ്ടും വന്നുപോകുന്നു. ഉയർന്നു പോകുന്ന കെട്ടിടങ്ങളും ഫാക്ടറികളും വളരുന്ന മുംബൈ സമ്പദ് വ്യവസ്ഥയെ കാണിക്കുമ്പോൾ നിരന്നു നിൽക്കുന്ന ചേരികളുടെ കാഴ്ച പാവപ്പെട്ടവരുടെ ദുരവസ്ഥയും വിളിച്ചോതുന്നു. ഇടയ്ക്കെപ്പോഴോ മനോഹരമായ ഒരു നദിയുടെ കാഴ്ച, പിരിഞ്ഞകലുന്ന പാളങ്ങൾ, ഇടയ്ക്കെല്ലാം കുളിർമ നൽകുന്ന പച്ചപ്പ് നിറഞ്ഞ ജനാല കാഴ്ചകൾ. പച്ചപ്പ് നിറഞ്ഞ ചുവന്ന മണ്ണിനും ചില തോടുകൾക്കും ഒക്കെ മുകളിലൂടെയുള്ള വലിയ കൂറ്റൻ വയഡക്റ്റുകൾ. അതിന്റെ പുറത്തുകൂടി പോകുമ്പോഴുള്ള ട്രെയിനിന്റെ താളത്തിനുണ്ടാകുന്ന ആ ട്രാൻസിഷൻ, ആ സമയത്ത് അഴികൾക്കിടയിലൂടെയുള്ള കാഴ്ചകൾ എല്ലാം ഭംഗിയേറിയ ഒരു അനുഭവമാണ്. ഇടയ്ക്ക് ടോയ്ലറ്റിൽ നിന്നും വരുന്ന ആ സ്മെല്ല് മാത്രമാണ് ആ മൂഡ് കളയുന്നത്. ചീറിപ്പാഞ്ഞും ഇഴഞ്ഞു നീങ്ങിയും ഇടയ്ക്ക് നിർത്തിയിട്ടും നേത്രാവതിയുടെ കുറുമ്പുകൾ. അങ്ങനെ വേണം. ഈ പിടിച്ചിടലും വന്ദേ ഭാരതിന് വേണ്ടിയാണ്. കാഴ്ചകൾക്ക് വ്യത്യസ്തമായി കുരങ്ങന്മാർ സൈഡിൽ. ബോറൻ നീളൻ യാത്രകളിൽ ഒരങ്ങന്മാരെക്കാൾ വികൃതിയുമായി യാത്രക്കാർ. ആഹാര സാധനങ്ങളും വേസ്റ്റും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെ പലതും കുരങ്ങന് നേർക്ക് എറിയുന്നു. തുരങ്കങ്ങൾ കയറിയും ഇറങ്ങിയും പായുന്ന ട്രെയിൻ ചിലപ്പോഴെങ്കിലും സുന്ദരമായ കാഴ്ചകൾ സമ്മാനിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മനോഹരമായ ആ പ്രകൃതിയിലേക്ക് ചുരുട്ടിയ മുഷ്ടിക്കുള്ളിൽ നിന്നും മാലിന്യങ്ങൾ സമ്മാനിക്കുന്ന സഹയാത്രക്കാരുടെ സ്ഥിരം ചടങ്ങ് അരങ്ങേറുന്നു. ഇങ്ങനെ പോകുന്നിടമെല്ലാം മാലിന്യങ്ങൾ വാരി വിതറുന്ന ചില മാലിന്യങ്ങളും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നു.
പറഞ്ഞും കാണിച്ചും കൊടുത്തിട്ടും വലിച്ചെറിയാതിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവരിൽ പലരും കോളേജ് അധ്യാപകരാണ്. അവരുടെ മുഖങ്ങളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. കൂടെ അവരുടെ വിദ്യാർത്ഥികളുമുണ്ട്. വലിച്ചെറിഞ്ഞ് മാതൃക കാണിക്കുന്ന അധ്യാപകർ, അവരെ തിരുത്താൻ പോലും കഴിവില്ലാത്ത, നാടിനോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത, സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാതെ ജീവിക്കുന്ന വിദ്യാർത്ഥികളും. എല്ലാവരും എറിയുന്നുണ്ടല്ലോ, പിന്നെ ഞങ്ങൾക്ക് എന്താ എറിഞ്ഞാൽ എന്ന ന്യായീകരണം മറുപടി. ഉച്ചയ്ക്ക് ശേഷം ആരും ക്ലീനിങ്ങിന് എത്തിയിട്ടില്ല. നോക്കാം നാളെയെങ്കിലും വരുമോ എന്ന്. ഇടയ്ക്ക് ഒരു കാര്യം പറയാം. ചെറിയ പണമടച്ച് ഞങ്ങളുടെ ചാനലിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് ഞങ്ങളുടെ ടീമിൽ കൂടാം. ഇനിയും വരും യാത്രകൾക്ക് ഞങ്ങൾക്ക് അത് വലിയൊരു സപ്പോർട്ടായിരിക്കും. മുംബൈ യാത്രയുടെ തിരിച്ചുവരവാണ്. തിരിച്ചു വരുന്ന വഴിക്ക് ഇപ്പോൾ ഒരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. സ്റ്റേഷൻ്റെ പേര് രത്നാഗിരി. ഇപ്പോഴാണ് കുറച്ച് വെയിലൊക്കെ മാറി സന്ധ്യയായിട്ടുണ്ട്. സമയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചെമ്മാനമാണ്, ഭയങ്കര കാഴ്ചയാണ്. രത്നാഗിരി സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. വിഷ്ണു നല്ല സിനിമയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു മൊബൈലിൽ സിനിമയെ കണ്ട് എൻജോയ് ചെയ്യുകയാണ്. ടണൽസ് കുറെ കയറി ഇറങ്ങി. ഇപ്പോൾ ഇരുട്ടായിരിക്കുന്നു. അങ്ങനെ ഒരു ഇരുണ്ട രാത്രി കൂടി കഴിഞ്ഞിരിക്കുന്നു. പ്രകാശം പരന്ന രാവിലെ ഇതാ കേരളത്തിലെ അല്പം കുളിർമയുള്ള കാഴ്ചകൾ. ഇടയ്ക്ക് പെയ്യുന്ന മഴയുടെ നനവ് എല്ലായിടവും കാണാം. ഒപ്പം തണുപ്പും. എങ്ങും തഴച്ചു നിൽക്കുന്ന പച്ചപ്പ്, തെങ്ങും വാഴയും ഒക്കെ നിറയുന്ന ഫ്രെയിം, ആ തണുപ്പൻ അന്തരീക്ഷത്തിന്റെ സുഖത്തിലുള്ള യാത്ര. തണുപ്പത്ത് കയറിയ വിശപ്പിൽ മുറുക്ക് തിന്നുകയാണ് വിഷ്ണു. ചിതറുന്ന വെള്ളത്തുള്ളികളിൽ മങ്ങുന്ന ക്യാമറ കണ്ണുകൾ, വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന പാളങ്ങളും ചുവന്ന പൂക്കൾ നിറഞ്ഞ മരവും. അങ്ങനെ വടകര സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇടയ്ക്ക് പുഴകൾ, പാലങ്ങൾ, അങ്ങനെ ഈ യാത്ര നീളുന്നു. കൊയിലാണ്ടിയും പിന്നിട്ട് ട്രെയിൻ പോവുകയാണ്. മഴക്കാലത്തിന്റെ ആ തണുപ്പ് പിടിച്ച് സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നങ്ങ് പോവാണ്. എല്ലായിടത്തും പുഴകളും പാടങ്ങളും മരങ്ങളും തോടുകളും. കാണാൻ എന്തൊരു ഭംഗി. 5-6 ദിവസം നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് കണ്ടപ്പോ വീണ്ടും അധികം ഭംഗിയായി തോന്നുന്നു. ഇതാ തണുപ്പ് പിടിച്ചപ്പോൾ വിഷ്ണു വായും പൊളിച്ചിരുന്ന് ഉറങ്ങുന്നു. ഇതാണ് കടലുണ്ടി പുഴ. അങ്ങനെയെങ്കിൽ ഇത് കടലുണ്ടി പാലമാകുമല്ലോ. പെട്ടെന്ന് ഇതാ പ്ലാസ്റ്റിക് കുപ്പികൾ ട്രെയിനിന് പുറത്തുകൂടെ പറക്കുന്നു. എന്തോ വരുന്നു, ആരോ വരുന്നതിന്റെ പുറപ്പാടാണെന്ന് നോമിന്റെ മനസ്സ് പറയുന്നു. ഞാൻ കാത്തിരിക്കുകയാണ്. വിഷ്ണു വീണ്ടും ഉറങ്ങുന്നു. ക്ലീനർ എത്തിപ്പോയി. അപ്പം ഇയാളാണോ ആ കുപ്പികൾ എടുത്തെറിഞ്ഞത്? ആയിരിക്കില്ല. ഇന്നാ കണ്ടോടാ എന്ന മട്ടിൽ എന്റെ മുമ്പിൽ കൂടെ തന്നെ അയാൾ ആ വേസ്റ്റ് പെറുക്കി പുറത്തേക്ക് ഇടുന്നു. എന്തു പറയാൻ, ഞാൻ ക്യാമറ ഷൂട്ട് ചെയ്തിട്ടും അയാൾക്കൊരു പ്രശ്നവുമില്ല. ഒന്നുകിൽ ഇതൊരു തെറ്റായി അയാൾക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന മനോഭാവം. ഒരു പേപ്പർ ഗ്ലാസ് കളയാൻ നല്ലൊരു സ്ഥലം തരികയാണ് മറ്റൊരാൾ. മനോഹരമായ യാത്രയിൽ കുറെ ദുരന്ത കാഴ്ചകൾ. അങ്ങനെ വീണ്ടും മഴ. 3 മണിയോടെ കായംകുളത്ത് തിരികെ എത്തി. ആ മുംബൈ യാത്രകൾ ചുരുക്കത്തിൽ ഒരു വീഡിയോ ഉടൻ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് ബൈ.